ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്ന് ഒരു വട്ടയപ്പം ഉണ്ടാക്കിയാലോ? ഞാനിന്ന് വിചാരിച്ചു കുറേ നാളായി വട്ടയപ്പം ഉണ്ടാക്കാമെന്ന്. ഇച്ചാനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ള സാധനം കൂടിയാണ് ഈ വട്ടയപ്പം. അപ്പം നമുക്കൊന്ന് വട്ടയപ്പം ഉണ്ടാക്കാം. അപ്പോൾ കമോൺ. വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് ആവശ്യമായ അരിപ്പൊടി അളന്നെടുത്തിട്ടുണ്ട്. അപ്പം, ഇടിയപ്പം ഇതിനൊക്കെ ഉപയോഗിക്കുന്ന വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് കപ്പി കാച്ചാം. അതിനായിട്ട് ഈ എടുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടിയിൽ നിന്ന് തന്നെ കുറച്ച് അരിപ്പൊടി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അടുപ്പിൽ വെച്ച് നിർത്താതെ ഇളക്കി കൊടുക്കണം. ഒന്ന് നല്ലതുപോലെ കുറുകി വരുന്നത് വരെ വേണം ഇളക്കാൻ. ഇതിനെയാണ് കപ്പി കാച്ചുക എന്ന് പറയുന്നത്. കപ്പി കാച്ചിയത് ഇപ്പോൾ പാകമായി വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ അതിൻ്റെ പാകം. ഇനി നമുക്ക് തണുക്കാനായിട്ട് വെക്കാം. ഇനി നമുക്ക് അപ്പത്തിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കി എടുക്കാവേ. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ആവശ്യത്തിന് തേങ്ങ ചിരകിയതും ഒരു 4-5 ഏലക്കായും വളരെ കുറച്ച് 1 അല്ലെങ്കിൽ 2 അല്ലി വെളുത്തുള്ളി എടുത്ത് നമുക്ക് അരച്ചെടുക്കാം. എന്നിട്ട് ഈ അരപ്പും കപ്പി കാച്ചിയതും അപ്പോൾ ഓൾറെഡി തണുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബാക്കി അരിപ്പൊടിയും മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പ്. ഈ ഉപ്പ് ചേർക്കുന്നത് നമുക്ക് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒരു പാത്രത്തിലിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. അതിലേക്ക് 2 നുള്ളു ഈസ്റ്റും കൂടി ആഡ് ചെയ്യണം കേട്ടോ, മറന്നു പോകരുത്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒരു മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അത്യാവശ്യം വലിപ്പമുള്ള പാത്രം വേണം, കാരണം ഇത് നമുക്ക് ഓവർനൈറ്റ് ഫെർമെൻറ്റേഷന് വേണ്ടി വെക്കാനുള്ളതാണ്. എന്നിട്ട് ഒരു ലിഡ് വെച്ച് അടച്ചു വയ്ക്കാം. നമ്മുടെ മാവിൻ്റെ അവസ്ഥ എന്തായി നോക്കാം കേട്ടോ. ഇപ്പോൾ ഓൾറെഡി ഒരു 7 to 8 hours ആയിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെയാണ്. ഇവ നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അപ്പം ഉണ്ടാക്കാനായിട്ട് നോക്കാം. ഞാൻ അപ്പം ഉണ്ടാക്കാനായിട്ട് ഒരു സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട്. നമ്മൾ ചോറൊക്കെ ഇടാൻ ഉപയോഗിക്കുന്ന സ്റ്റീൽ പാത്രം ഇല്ലേ, അത് മതിയാവും. എന്നിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് എണ്ണയോ നെയ്യോ പരത്തി കൊടുത്തിട്ട് നമുക്ക് ആവിയിൽ പുഴുങ്ങിയെടുക്കാം കേട്ടോ. പാത്രം അടുപ്പിൽ വെച്ചിട്ട് നല്ലപോലെ ആവി കയറി കഴിയുമ്പോൾ നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. വേണമെങ്കിൽ കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും ഒക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. ഇനി ആവിയിൽ ഒരു 20 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് അപ്പം പുറത്തെടുക്കാം. അപ്പം നല്ലപോലെ വെന്തിട്ടുണ്ടാവും. എന്തായാലും നല്ലപോലെ വെന്ത അടിപൊളിയായിട്ടുള്ള അപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.